പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ ട്രെയിൻ യാത്രക്കായത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. നേരെ മുന്നിലായതായി നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനിൽ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്ര. ബാംഗ്ലൂരിലോട്ടാണ് ഇന്നത്തെ ട്രെയിൻ യാത്ര. കണ്ണൂരിൽ നിന്നും ബാംഗ്ലൂരിലെ യശ്വന്ത്പൂരിലോട്ട് പോകുന്ന കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ്സിലാണ് ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്ര വരുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 1A പ്ലാറ്റ്ഫോമിലായിട്ടായി നിർത്തിയിട്ടിരിക്കുന്നത് കണ്ണൂരിൽ നിന്നും ഷൊർണൂർ വരെ പോകുന്ന ട്രെയിൻ നമ്പർ 66323 കണ്ണൂർ ഷൊർണൂർ മെമു ട്രെയിനാണിത്. ഈ ട്രെയിൻ വൈകുന്നേരം 5:20 കണ്ണൂരിൽ നിന്നും പുറപ്പെടുന്നത്. 16 കോച്ചുകളുള്ള മെമു ട്രെയിനാണിത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിലായിട്ടായി നിർത്തിയിട്ടിരിക്കുന്നത് കണ്ണൂർ ചെറുവത്തൂർ പാസഞ്ചർ ട്രെയിനാണ്. ഈ ട്രെയിനും ഇപ്പോൾ ഇവിടുന്ന് പുറപ്പെടാനുള്ള ട്രെയിനാണ്. ഈ കാണുന്ന ലോക്കോ നമ്പർ 37650 കൃഷ്ണരാജപുരം ലോക്കോ ഷെഡിന് കീഴിലൊരു WAP7 ആണ് ഇന്നത്തെ നമ്മുടെ ഈ കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസിൻ്റെ ലോക്കോ വരുന്നത്. അധിക ദിവസങ്ങളിൽ ഈ ട്രെയിനിന് കൃഷ്ണരാജപുരം ലോക്കോ ഷെഡിൻ്റെ WAP7 ലോക്കോ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് റോയാപുരം ലോക്കോ ഷെഡിൻ്റെ ഒരു WAP7 ലോക്കോയുമായി വന്നുകൊണ്ടിരിക്കുന്നത് ട്രെയിൻ നമ്പർ 12202 തിരുവനന്തപുരം നോർത്ത് മുംബൈ LTT ഗരീബ് രാത് എക്സ്പ്രസ് ആണ്. ഫുള്ള് AC കോച്ചുകൾ മാത്രമുള്ള ഒരു ട്രെയിനാണിത്. തിങ്കൾ വ്യാഴം എന്നീ 2 ദിവസങ്ങളിലാണ് ഈ ട്രെയിൻ തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മുംബൈ LTTയിലോട്ട് പോകുന്നത്. മുന്നിലായി തന്നെ ഒരു SLR കോച്ചും അത് കഴിഞ്ഞ് 2 ജനറൽ കോച്ചുകളാണ് നമ്മുടെ ഈ കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ്സിന് വരുന്നത്. അങ്ങനെ ഈ ട്രെയിനിൻ്റെ മുന്നിലെ ജനറൽ കോച്ചുകൾ കഴിയുന്നതോടുകൂടി ഈ ട്രെയിനിലെ സ്ലീപ്പർ കോച്ചുകൾ ആരംഭിക്കുകയാണ്. S1 തൊട്ട് S8 വരെ ആകെ 8 സ്ലീപ്പർ കോച്ചുകളാണ് ഈ ട്രെയിനിലുള്ളത്. ഈ ട്രെയിനിൽ ഏറ്റവും കൂടുതലുള്ള കോച്ചുകളും സ്ലീപ്പർ കോച്ചുകൾ തന്നെയാണ്. ഈ ട്രെയിനിലെ സ്ലീപ്പർ കോച്ചുകളൊക്കെ പല വർഷങ്ങളിലായിട്ട് നിർമ്മിച്ചിട്ടുള്ള സ്ലീപ്പർ കോച്ചുകളാണ്. 2014 നിർമ്മിച്ചത് തൊട്ട് 2022 നിർമ്മിച്ചത് വരെയുള്ള പല സ്ലീപ്പർ കോച്ചുകൾ ഈ ട്രെയിനിലുണ്ട്. കണ്ണൂർ തൊട്ട് യശ്വന്ത്പൂർ വരെ ഇന്ന് നമ്മൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ഒരു സ്ലീപ്പർ കോച്ചിലാണ്. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന സ്ലീപ്പർ കോച്ചാണ് ഇതായി കാണുന്നത്. S3 2019 നിർമ്മിച്ച കോച്ചാണിത്. അങ്ങനെ സ്ലീപ്പർ കോച്ചുകളൊക്കെ കഴിയുന്നതോടുകൂടി ഈ ട്രെയിനിലെ AC കോച്ചുകൾ ആരംഭിക്കുകയാണ്. A1 A2 എന്നീ 2 സെക്കൻഡ് AC കോച്ചുകളാണ് ഈ ട്രെയിനിൽ വരുന്നത്. ആ കോച്ചുകളാണ് ഇതായി കാണുന്നത്. അങ്ങനെ സെക്കൻഡ് AC കോച്ചുകൾ കഴിയുന്നതോടുകൂടി അടുത്തതായി വരുന്ന ഒരു HA1 കോച്ചാണ്. ഇതൊരു ഫസ്റ്റ് AC കം സെക്കൻഡ് AC കോച്ചാണ്. ഈ കോച്ചിൻ്റെ പകുതി ഭാഗം ഫസ്റ്റ് ക്ലാസ് കോച്ചും ബാക്കി സെക്കൻഡ് AC കോച്ചുകളായിട്ടാണ് വരുന്നത്. അങ്ങനെ അടുത്തതായി ഈ ട്രെയിനിൽ വരുന്നത് കാണുന്ന തേർഡ് AC കോച്ചുകളാണ്. B1 തൊട്ട് B5 വരെ 5 തേർഡ് AC കോച്ചുകളാണ് ഈ ട്രെയിനിലുള്ളത്. സ്ലീപ്പർ കോച്ചുകൾ കഴിഞ്ഞാൽ ഈ ട്രെയിനിൽ ഏറ്റവും കൂടുതലുള്ളത് തേർഡ് AC കോച്ചുകളാണ്. തേർഡ് AC കോച്ചുകൾ മാത്രമേ ഈ ട്രെയിനിലുള്ളൂ. തേർഡ് AC എക്കണോമി കോച്ചുകളൊന്നുമില്ല. അങ്ങനെ AC കോച്ചുകളൊക്കെ കഴിയുന്നതോടുകൂടി ഈ ട്രെയിനിൻ്റെ പുറകിലായിട്ട് വീണ്ടും 2 ജനറൽ കോച്ചുകൾ വരുന്നുണ്ട്. ഈ ജനറൽ കോച്ച് കഴിഞ്ഞ് ഈ ട്രെയിനിൻ്റെ പുറകിലായിട്ട് ഒരു ജനറേറ്റർ കാറും ഉണ്ട്. ഈ കണ്ണൂർ യശ്വന്ത്പൂർ ട്രെയിനിൻ്റെ കോച്ച് കോമ്പോസിഷൻ ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ ഈ യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ്സിന് ഇതായി കാണുന്ന പോലെ റൈഡ് ഷെയറിംഗ് വരുന്നുണ്ട്. ഇതായി കാണുന്ന പോലെ യശ്വന്ത്പൂർ ബീദാർ എക്സ്പ്രസ്സുമായിട്ടും യശ്വന്ത്പൂർ ലാത്തൂർ എക്സ്പ്രസ്സുമായിട്ടാണ് ഈ ട്രെയിന് റൈഡ് ഷെയറിംഗ് വരുന്നത്. ബീദാർ എന്ന് പറയുന്നത് കർണാടകയിലെ തന്നെ ഒരു സ്ഥലവും ലാത്തൂർ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലുമാണ്. നമ്മളങ്ങനെ അപ്പം നമ്മളിന്ന് യാത്ര ചെയ്യുന്ന S3 കോച്ചിൻ്റെ ഉള്ളോട്ട് എത്തിയിരിക്കുകയാണ്. ഉള്ളിലൊക്കെ ഇത്തരത്തിലാണ് വരുന്നത്. സാധാരണ കണ്ടുവരുന്ന രീതിയിലുള്ള നീല നിറത്തിലുള്ള സീറ്റുകളല്ല ഈ S3 കോച്ചിലുള്ളത്. ഇതായി കാണുന്ന പോലെ ഒരു ബ്രൗൺ നിറത്തിലുള്ള സീറ്റുകളാണ്. എല്ലാ കോച്ചുകളും ഇത്തരത്തിലല്ല, നീല നിറത്തിലുള്ള സീറ്റുകളും ഈ ട്രെയിനിൽ വരുന്നുണ്ട്. ഈ S3 കോച്ചിൽ ഈ കാണുന്ന 29 മിഡിൽ ബർത്തിലാണ് ഇന്ന് നമ്മൾ കണ്ണൂർ തൊട്ട് യശ്വന്ത്പൂർ വരെ യാത്ര ചെയ്യുന്നത്. ഈ കാണുന്ന പോലെ 3 ചാർജിങ് സോക്കറ്റും ഒരു മിററും ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഈ സ്ലീപ്പർ കോച്ചിലും വരുന്നുണ്ട്. ഈ സൈഡ് ലോവർ സീറ്റിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ ചാർജിങ് സോക്കറ്റൊക്കെ ഈ കോച്ചിൽ വരുന്നുണ്ട്. സമയം അങ്ങനെ വൈകുന്നേരം 6:05 ആയിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ അങ്ങനെ കൃത്യസമയത്ത് തന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഇപ്പോൾ പുറപ്പെട്ടിട്ടുള്ളത്. ആകെ 4 പ്ലാറ്റ്ഫോമുകളാണ് ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത്. നമ്മുടെ ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റേഷൻ ഇനി വരുന്നത് കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലാണ്.
എല്ലാ ദിവസവും സർവീസുള്ളൊരു ഡെയിലി ട്രെയിൻ സർവീസാണ് ഈ കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ്. എല്ലാ ദിവസവും വൈകുന്നേരം 6:05 കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ പിറ്റേന്ന് രാവിലെ 7:50 യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തുന്നത്. കണ്ണൂരിൽ നിന്നും യശ്വന്ത്പൂരിലോട്ട് ഈ ട്രെയിൻ 13 മണിക്കൂറും 45 മിനിറ്റും എടുത്തിട്ടാണ് എത്തുന്നത്. ആകെ 660 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഈ ട്രെയിനിന് 19 റെയിൽവേ സ്റ്റേഷനിലാണ് സ്റ്റോപ്പ് വരുന്നത്. യശ്വന്ത്പൂരിൽ നിന്നും തിരിച്ച് കണ്ണൂരിലോട്ടുള്ള ട്രെയിൻ സർവീസ് ട്രെയിൻ നമ്പർ 16527 എന്ന ട്രെയിൻ നമ്പറിലാണ് സർവീസ് നടത്തുന്നത്. എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് യശ്വന്ത്പൂരിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ പിറ്റേന്ന് രാവിലെ 9:45 വീണ്ടും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് തന്നെ എത്തുന്നത്. അങ്ങനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട നമ്മുടെ ട്രെയിൻ അങ്ങനെ അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റേഷനായ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മിനിറ്റ് മുന്നേ തന്നെയായി നമ്മുടെ ട്രെയിൻ ഇപ്പോൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 6:24 എത്തേണ്ട ട്രെയിൻ ഇപ്പോൾ 6:23 ആയപ്പം തന്നെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഈ കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ അടുത്തൊരു വലിയ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് ഈ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ. ആകെ 2 പ്ലാറ്റ്ഫോമുകളാണ് ഈ റെയിൽവേ സ്റ്റേഷനിലുള്ളത്. അതുപോലെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് TLY എന്നാണ്. ഒരുപാട് ആളുകളൊക്കെ നമ്മുടെ ട്രെയിനിൽ കയറാൻ വേണ്ടി ഇപ്പോൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്നുണ്ട്. നമ്മുടെ ട്രെയിനിൻ്റെ അടുത്ത ഇനി സ്റ്റോപ്പ് വരുന്നത് കോഴിക്കോട് ജില്ലയിലുള്ള വടകര റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മുടെ ട്രെയിൻ അങ്ങനെ അപ്പോൾ 1 മിനിറ്റ് മാത്രം വൈകിക്കൊണ്ട് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ വടകര റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. വടകര റെയിൽവേ സ്റ്റേഷൻ്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെയാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ആകെ 3 പ്ലാറ്റ്ഫോമുകളാണ് ഈ വടകര റെയിൽവേ സ്റ്റേഷനിലുള്ളത്. 1 മിനിറ്റാണ് നമ്മുടെ ഈ ട്രെയിനിന് വടകര റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് വരുന്നത്. ഒരുപാട് പ്രധാനപ്പെട്ട ട്രെയിനുകൾക്കൊക്കെ സ്റ്റോപ്പുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഈ വടകര റെയിൽവേ സ്റ്റേഷൻ. കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് ഈ വടകര റെയിൽവേ സ്റ്റേഷൻ. സമയം എങ്ങനെ അപ്പോൾ 6:43 ആയപ്പോഴേക്കും നമ്മുടെ ട്രെയിൻ എങ്ങനെ അപ്പോൾ വടകര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. ഈ മലബാർ സൈഡിൽ നിന്നും വളരെ കുറച്ച് ട്രെയിനുകൾ മാത്രമേ ഈ ബാംഗ്ലൂർ ഭാഗത്തോട്ടുള്ളൂ. 3 ട്രെയിനുകൾ മാത്രമാണുള്ളത്. നമ്മളിപ്പോൾ പോകുന്ന ഈ ട്രെയിനിനെ കൂടാതെ
കണ്ണൂർ KSR ബംഗളൂരു എക്സ്പ്രസ്സും മംഗളൂരിൽ നിന്നും യശ്വന്ത്പൂരിലോട്ട് പോകുന്ന ഒരു വീക്ക്ലി എക്സ്പ്രസ്സും എന്നിങ്ങനെ 3 ട്രെയിൻ സർവീസുകൾ മാത്രം. ഇതിൽ തന്നെ 2 ട്രെയിനുകൾ മാത്രമാണ് ഈ ഷൊർണൂർ വഴി കടന്നു പോകുന്നത്. കണ്ണൂർ KSR ബംഗളൂരു എക്സ്പ്രസ് കാസർഗോഡ് മംഗളൂരു സകലേഷ്പൂർ വഴിയാണ് KSR ബാംഗ്ലൂരിലോട്ട് പോകുന്നത്. ഈ മലബാർ ഭാഗത്തുള്ള ഒരുപാട് ആളുകൾ ഈ ബാംഗ്ലൂരിൽ പഠിക്കുക അവിടെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോഴും വളരെ കുറച്ച് ട്രെയിനുകൾ മാത്രമേ ഈ ബാംഗ്ലൂർ ഭാഗത്തോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇപ്പോൾ ഈ ബസ് സർവീസുകളൊക്കെയാണ് ആശ്രയിക്കുന്നത്. പകൽ സമയങ്ങളിൽ ഒറ്റ ട്രെയിൻ പോലും നമ്മുടെ ഈ മലബാർ സൈഡിൽ നിന്ന് നേരിട്ട് ബാംഗ്ലൂരിലോട്ടില്ല. ട്രെയിൻ നമ്പർ 16608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ്സാണ് ഇപ്പോൾ കടന്നു പോയത്. സമയം എങ്ങനെ ഇപ്പോൾ 7 മണി ആയപ്പോഴേക്കും വടകര റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മുടെ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പായ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷൻ്റെ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. QLD എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത്. നമ്മളുടെ ഒപ്പം യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സൊക്കെ ഇതായി കാണുന്ന കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മുടെ ഈ ട്രെയിനിൽ കയറുന്നത്. 1 മിനിറ്റാണ് നമ്മുടെ ഈ ട്രെയിനിന് കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് വരുന്നത്. നമ്മുടെ ട്രെയിനിൻ്റെ അടുത്ത ഇനി സ്റ്റോപ്പ് വരുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ്. നമ്മുടെ ട്രെയിൻ എങ്ങനെയാ ഈ ട്രെയിൻ യാത്രയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനായ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റോളം ലേറ്റ് ആയിട്ടാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തുന്നത്. 7:27 എത്തേണ്ട ഈ ട്രെയിൻ ഇപ്പോൾ 7:29 ആയപ്പോഴേക്കാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ട്രെയിൻ ഏകദേശം 3 മിനിറ്റോളം സമയം ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് വരുന്നുണ്ട്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ 2ാമത്തെ പ്ലാറ്റ്ഫോമിലായിട്ടായി നിർത്തിയിട്ടിരിക്കുന്ന മെമു ട്രെയിൻ നമ്മൾ ഇന്ന് വൈകുന്നേരം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ട കണ്ണൂർ ഷൊർണൂർ മെമു ട്രെയിനാണ് ഇതാ നിർത്തിയിട്ടിരിക്കുന്നത്. ഇനി നമ്മുടെ ട്രെയിൻ ഇവിടുന്ന് പുറപ്പെട്ടതിന് ശേഷം മാത്രമേ ഈ ട്രെയിൻ ഇവിടുന്ന് വീണ്ടും പുറപ്പെടുള്ളൂ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഈ മെമു ട്രെയിൻ ഏകദേശം 5 മിനിറ്റോളം സമയം സ്റ്റോപ്പുണ്ട്. 16 കോച്ചുകളുള്ളൊരു മെമു ട്രെയിനാണിത്.
അങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എത്തിയോടെ നമ്മുടെ ട്രെയിനിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് പേർ ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയും അതുപോലെ തന്നെ ഒരുപാട് പേർ ഇപ്പോൾ നമ്മുടെ ട്രെയിനിലോട്ട് കയറുകയും ചെയ്തിട്ടുണ്ട്. ഈ ട്രെയിനിലെ ജനറൽ കോച്ചുകളൊക്കെ ഇപ്പോൾ നിൽക്കാൻ കഴിയാത്ത രീതിയിൽ തിരക്കായിട്ടുണ്ട്. ട്രെയിൻ അങ്ങനെ ഇതപ്പം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇതപ്പം വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയാണ് നമ്മുടെ ഈ കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. 2001 ഈ ട്രെയിൻ സർവീസുകൾ ആദ്യമായിട്ട് സർവീസ് ആരംഭിച്ചു തുടങ്ങുന്നത്. ട്രെയിൻ അങ്ങനെ ചെയ്താൽ അപ്പോൾ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ബിഫോർ ടൈം അടിച്ചാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. 9 മണിക്ക് ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ട ട്രെയിൻ ഇപ്പോൾ 6 മിനിറ്റ് മുന്നേ ആയിട്ട് 8:54 തന്നെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രെയിനിന് 5 മിനിറ്റോളം സമയം ഈ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പും വരുന്നുണ്ട്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനും ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും ഇടയ്ക്കായിട്ട് ഈ ട്രെയിനിന് പരപ്പനങ്ങാടി, തിരൂർ, കുറ്റിപ്പുറം എന്നീ 3 റെയിൽവേ സ്റ്റേഷനും സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് രാത്രിയിലെ വീഡിയോ നമ്മൾ കാണുന്ന ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നിർത്തുകയാണ്. നാളെ രാവിലെ നമ്മുടെ ട്രെയിൻ എവിടെയാണ് എത്തുന്നത് അവിടെ തൊട്ടുള്ള കാഴ്ചകൾ ഇനി കാണാം. സമയം അങ്ങനെ അപ്പോൾ രാവിലെ 5:55. നമ്മുടെ ട്രെയിൻ അങ്ങനെ അപ്പോൾ ഹൊസൂർ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിലാണ് ഈ ഹൊസൂർ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറിനടുത്ത് ഡിലേ ആയിട്ടാണ് ഹൊസൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. 4:53 ഹൊസൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ട ഈ ട്രെയിൻ ഇപ്പോൾ 5:55 ആയപ്പോഴേക്കാണ് ഹൊസൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് അപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസിൻ്റെ ട്രെയിനിൻ്റെ റൂട്ട് വരുന്നത് സേലം, ധർമ്മപുരി, ഒസൂർ വഴിയാണ് ഈ ട്രെയിൻ യശ്വന്ത്പൂരിലോട്ട് വരുന്നത്. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും ഒസൂർ റെയിൽവേ സ്റ്റേഷനും ഇടയ്ക്കായിട്ട് ഈ ട്രെയിനിന് പാലക്കാട്, കോയമ്പത്തൂർ, തിരുപ്പൂർ, ഈറോഡ്, സേലം, ധർമ്മപുരി എന്നീ റെയിൽവേ സ്റ്റേഷനിലൊക്കെയാണ് ഇന്നലെ രാത്രി സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. സമയം അങ്ങനെ രാവിലെ 5:57 ആയപ്പോഴേക്കും നമ്മുടെ ട്രെയിൻ അങ്ങനെ ഒസൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അപ്പം വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ട്രെയിൻ യാത്രയിലെ തമിഴ്നാട്ടിലെ ഏറ്റവും അവസാനത്തെ സ്റ്റോപ്പ് കൂടിയാണ് ഈ ഒസൂർ റെയിൽവേ സ്റ്റേഷൻ. ജനറൽ കോച്ചുകളിൽ നിന്നൊക്കെ അത്യാവശ്യം ആളുകളൊക്കെ ഇപ്പോൾ ഈ ഒസൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് കർമ്മലാരം റെയിൽവേ സ്റ്റേഷനിലാണ്. ഈ ഒസൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരുപാട് ഗുഡ്സ് ട്രെയിനുകളൊക്കെ വരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ വലത് സൈഡിലായിട്ട് ഒരുപാട് ലോറികളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് കാണുന്നത്. ഒസൂരിൽ നിന്നും ബാംഗ്ലൂരിലോട്ടുള്ള ഈ റെയിൽവേ ലൈൻ നിലവിലിപ്പോൾ സിംഗിൾ ലൈൻ ആയിട്ടാണുള്ളത്. ഇത് ഡബിൾ ലൈൻ ചെയ്യാനുള്ള പ്രവർത്തികളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മുടെ ഈ വലതുവശത്തായിട്ട് പുതിയ ഈ ട്രാക്കൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്.
സമയം അങ്ങനെ ഇതപ്പോൾ രാവിലെ 6:26 ആയപ്പോഴേക്കും നമ്മുടെ ട്രെയിൻ അങ്ങനെ ഇതപ്പോൾ ഈ ട്രെയിൻ യാത്രയിലെ അതിൻ്റെ കർണാടകയിലെ ആദ്യ സ്റ്റേഷനായ കർമേലാരം റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ അത് എത്തിക്കൊണ്ടിരിക്കുന്നത്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സോണിൽ ബംഗളൂരു ഡിവിഷന് കീഴിലായി വരുന്ന റെയിൽവേ സ്റ്റേഷനാണിത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലൊക്കെ ഈ ആളുകളൊക്കെ കാത്തിക്കുന്നത് നമ്മുടെ KSR ബംഗളൂരു എറണാകുളം ജംഗ്ഷൻ ഇൻ്റർസിറ്റി ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ടാണ്. ഇൻ്റർസിറ്റി ട്രെയിൻ ഇപ്പം ബയ്യപ്പനഹള്ളി ക്യാബിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഈ ബാംഗ്ലൂരിലായി തന്നെ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഈ കർമേലാരം റെയിൽവേ സ്റ്റേഷൻ. ഒരു മിനിറ്റായിരുന്നു നമ്മുടെ ഈ ട്രെയിനിന് കർമേലാരം റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു മിനിറ്റിന് ശേഷം നമ്മുടെ ട്രെയിൻ ഇപ്പോൾ അവിടുന്ന് വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് ബാനസ്വാടി റെയിൽവേ സ്റ്റേഷനിലാണ്. യശ്വന്ത്പൂർ എത്തുന്നതിന് മുന്നേയുള്ള നമ്മുടെ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പായ ബാനസ്വാടി റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ബാനസ്വാടി റെയിൽവേ സ്റ്റേഷനിലായിട്ട് ഇതായി നിർത്തിയിട്ടിരിക്കുന്ന മെമു ട്രെയിൻ നമ്പർ 06591 യശ്വന്ത്പൂർ ഹൊസൂർ മെമു ട്രെയിനാണ്. രാവിലെ 6:10 യശ്വന്ത്പൂരിൽ നിന്ന് പുറപ്പെടുന്ന ഈ ട്രെയിൻ രാവിലെ 8 മണിക്കാണ് ഹൊസൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തുന്നത്. നമ്മുടെ ട്രെയിൻ അങ്ങനെ ബാനസ്വാടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതോടെ നമ്മുടെ യശ്വന്ത്പൂർ ഹൊസൂർ മെമു ട്രെയിൻ ഇപ്പോൾ അവിടുന്ന് പുറപ്പെട്ടു പോയിരിക്കുകയാണ്. അങ്ങനെ 1 മണിക്കൂർ ലേറ്റായി ഹൊസൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ബാനസ്വാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിടുമ്പോൾ 25 മിനിറ്റ് ലേറ്റായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ കർമേലാരം റെയിൽവേ സ്റ്റേഷനിൽ ഈ ഹൊസൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ഈ ട്രെയിനിൽ നിന്നുള്ള ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ S3 കോച്ചിലെ പകുതിയിലധികം ആളുകൾ ഇപ്പോൾ ഈ 2 റെയിൽവേ സ്റ്റേഷനിലായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നിലവിൽ നമ്മുടെ ഈ കോച്ചിൽ ഇപ്പം പകുതിയിൽ കുറവ് ആളുകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ട്രെയിൻ എങ്ങനെ അപ്പോൾ ലോട്ടകൊല്ലഹല്ലി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തോട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. വലതുവശത്ത് നിന്നതായി വരുന്ന റെയിൽവേ ലൈന് യലഹങ്ക ഭാഗത്തു നിന്ന് വരുന്ന റെയിൽവേ ലൈനാണ്.
നമ്മുടെ ട്രെയിൻ ഇപ്പോൾ അതായി റെയിൽവേ ലൈനിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോട്ടക്കൊല്ലാലി റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിനിന് സ്റ്റോപ്പൊന്നും വരുന്നില്ല. അങ്ങനെ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുന്നേ നമ്മുടെ ഈ ട്രെയിനിനെ ഇപ്പോൾ അവിടെ പിടിച്ചിട്ട് ഈ ഓവർടേക്ക് ചെയ്ത് പോകുന്ന ട്രെയിൻ നമ്മുടെ ഈ ട്രെയിനുമായിട്ട് റൈറ്റ് ഷെയറിംഗ് ഉള്ള ട്രെയിൻ തന്നെയാണ്. ലാത്തൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് ആണ് ഇത് അപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ട്രെയിന് നമ്മുടെ ട്രെയിനായിട്ട് റൈറ്റ് ഷെയറിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ട്രെയിനിൻ്റെ നെയിം ബോർഡിൽ കണ്ണൂർ യശ്വന്ത്പൂർ എന്നുള്ള പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ട്രെയിനാണ് ആദ്യം യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറേണ്ടത്. ഈ ട്രെയിൻ 7:40 കയറേണ്ടത്. നമ്മുടെ ട്രെയിൻ 7:50 യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറേണ്ടത്. ലോട്ടക്കൊല്ലഹല്ലി റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ പിടിച്ചിട്ടിരുന്ന ട്രെയിൻ ഈ ട്രെയിനാണ്. അങ്ങനെ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്താറായപ്പോഴേക്കും ഇവിടേക്ക് ഒരുപാട് ട്രെയിനുകളുടെ റേക്കുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. നമ്മുടെ ഈ വലതുവശത്തായി ഇതാ നിർത്തിയിട്ടിരിക്കുന്നത് യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ശിവമോഗയിലേക്ക് പോകുന്ന ഏതൊരു ട്രെയിനിൻ്റെ MT റേക്കാണ്. നമ്മുടെ ഈ ട്രെയിനിൻ്റെ വലതുവശത്തായിട്ട് ഈ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനും ശിവമോഗയിലേക്ക് പോകുന്ന ട്രെയിൻ തന്നെയാണ്. യശ്വന്ത്പൂർ ശിവമോഗ ഇൻ്റർസിറ്റി ട്രെയിനിൻ്റെ റേക്കാണ് ഇതായി നിർത്തിയിട്ടിരിക്കുന്നത്. ഈ ട്രെയിൻ രാവിലെ 9:15 യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്നത്. നമ്മളുടെ ട്രെയിൻ അങ്ങനെ ഇതപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാന സ്റ്റേഷനും അതുപോലെ തന്നെ ബംഗളൂരിലെ വളരെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിലൊന്നായ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത്.
6 പ്ലാറ്റ്ഫോമുകളൊക്കെ ഉള്ള അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ഈ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ രാജ്യത്തിൻ്റെ പല പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്കും ഈ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ സർവീസുകൾ ആരംഭിക്കുന്നുണ്ട്. YPR എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത്. അങ്ങനെ ലേറ്റായി ഓടിക്കൊണ്ടിരുന്ന നമ്മുടെ കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് അങ്ങനെ അപ്പോൾ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് ബിഫോർ ടൈമിൽ എത്തിയിരിക്കുകയാണ്. 7:50 ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ട ട്രെയിൻ ഇപ്പോൾ 15 മിനിറ്റ് മുന്നേ 7:35 തന്നെ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഈ ട്രെയിനിന് ഒരുപാട് സമയം സ്ലാക്ക് ടൈമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ബിഫോർ ടൈമിൽ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഈ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ വൻ തോതിലുള്ള നവീകരണ പ്രവൃത്തികളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള പണികളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തുടങ്ങിയ ഇന്നത്തെ കണ്ണൂർ യശ്വന്ത്പൂർ ട്രെയിൻ യാത്ര എങ്ങനെ അപ്പോൾ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു ട്രെയിൻ യാത്രയിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി.